ഹലോ, ഇത് കണ്ടില്ലേ? ഇതാണ് വൺ പോട്ട് ബിരിയാണി. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. ഞാൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്തു. ഞാൻ ബോൺലെസ്സും മിക്സ്ഡ് ആട്ടോ ചിക്കൻ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് തൈര്, ആവശ്യത്തിനായിട്ട് 2 സവോള, 2 തക്കാളി, പിന്നെ സാലഡിനുള്ളതാട്ടോ അവിടെ ഇരിക്കുന്നത്. കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ പെരുംജീരകം. ആദ്യം തന്നെ ഞാൻ നെയ്യുണ്ടെങ്കിൽ ഓക്കെയാണ് കേട്ടോ. പക്ഷേ ഇല്ലെങ്കിൽ ഞാനിവിടെ ഓയിലിലാണ് നമ്മുടെ കാഷ്യൂനട്ടും നമ്മുടെ കശുവണ്ടിയും കൂടെ ഞാനൊന്ന് വറുത്ത് മാറ്റുവാണ്. അതേ ഓയിലിൽ തന്നെ ഞാൻ കുറച്ച് ഉള്ളി ഒന്ന് വറുത്തെടുക്കാൻ പോകാം കേട്ടോ. ഞാൻ എക്സ്ട്രാ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഞാൻ ആദ്യം എടുത്ത അതേ ഓയിൽ തന്നെ കേട്ടോ എല്ലാം ചെയ്യുന്നത്. അപ്പം ഉള്ളി ഞാൻ ഇത്രേ ഉള്ളൂ ഒന്ന് വറുത്തൊന്ന് മാറ്റുന്നുണ്ട്. അതിൻ്റെ തൊട്ട് നമ്മുടെ മുഴുവൻ മസാലകളായിട്ടുള്ള ഏലയ്ക്ക, നമ്മുടെ ബേ ലീഫ്, കുറച്ച് പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, കുറച്ച് പട്ട, അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതൊന്ന് ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം അതിൻ്റെ അകത്തോട്ട് മാറ്റി വെച്ചിരിക്കുന്ന 2 തക്കാളി അതും കൂടെ ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അതിനൊന്ന് വഴറ്റിയതിന് ശേഷം ഈ തക്കാളി ഒന്ന് ഞാൻ സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഇട്ട് അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളുണ്ടല്ലോ, ഈ മസാലകളും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ അടച്ച് വെച്ച് വേവിക്കാൻ പോവുകയാണേ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ പ്രാവശ്യം മറക്കുന്ന പോലെ തന്നെ ഞാൻ ഉപ്പ് മറന്നുപോയി. ഞാനിതേ ക്ലോസ് ചെയ്തിട്ട് ഇതിനകത്ത് നല്ല വെള്ളം ഇറങ്ങുമല്ലോ, അതുപോലെ ആ വെള്ളം ഇറങ്ങുന്ന രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ വേവിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില, പിന്നെ പുതിനയില ഉണ്ടെങ്കിൽ അത് ഇടാം. ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് അരിഞ്ഞ് വെച്ച സവോള, പിന്നെ വറുത്ത് വെച്ചിരിക്കുന്ന സവോള, ഇതും കൂടെ ഇട്ട് നന്നായിട്ട് ഇതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ അടച്ചു വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ ഓൺ പോട്ട് ബിരിയാണി കേട്ടോ. ഒരൊറ്റ പോട്ടിലാണ് എല്ലാം ചെയ്യാൻ പോകുന്നത്. നമ്മൾ വേറെ ഒന്നും ഉപയോഗിക്കുന്നില്ല. ചിക്കൻ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 2 ഗ്ലാസ് ബസ്മതി റൈസ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഞാൻ കുതിർത്തിട്ടൊന്നുമില്ല, കഴുകി അതേപോലെ തന്നെ ഇതാണ്. ഇതും മസാലകളായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇടുന്നുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ 2 ഗ്ലാസ് ബസ്മതി അരിക്ക് ഒരു 3 ഗ്ലാസ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം ഇത് വലിയ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ അത്ര കാണിക്കുന്നത്. അതിൻ്റെ അകത്തോട്ട് കുറച്ച് നാരങ്ങ നീര്, പിന്നെ മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള കശുവണ്ടിയും, പിന്നെ കുറച്ച് നമ്മുടെ ഇതുണ്ടല്ലോ ഉള്ളിയും, ഇതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഇതിന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. റൈസ് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഫോയിൽ പേപ്പർ ഇട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ പോകട്ടെ. അത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.